പത്മശ്രീ സരോജ് കുമാർ എന്ന്. അതിനകത്ത് മോഹൻലാൽ എന്നുള്ള ക്യാരക്ടറിനെ വളരെയധികം റോങ് ആയിട്ട് കാണിച്ചു. ഞാൻ വളരെ രൂക്ഷമായിട്ട് സംസാരിച്ചു. ശ്രീനേട്ടൻ ഇങ്ങനെയുള്ള ഭ്രാന്തമായിട്ടൊരു സംഭവം ചെയ്യാൻ പാടില്ല ഒരിക്കലും. ഇതിനകത്ത് എന്തൊക്കെയോ അദ്ദേഹത്തിന് സംഭവിച്ചിരിക്കുന്നു. ചോദിച്ചു കഴിഞ്ഞാൽ ഭ്രാന്താണ് നമ്മൾ പറയുന്നത്. അതിൻ്റെ പേരിലെന്തായി ശ്രീനേട്ടൻ പിന്നെ എന്നെ കണ്ടാൽ പറ്റില്ല. ഇവിടെ അച്ഛൻ്റെ അടുത്ത് പറയാം, ഈ ലാലുമായിട്ടുള്ള ഈ അങ്കിള് ഞാനും എനിക്കും അത് ആവശ്യമുണ്ട്. കാരണം അവർ തമ്മിൽ ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ ശ്രീയുടെ നമുക്കത് പോയിട്ട് നമുക്കത് ചേഞ്ച് ചെയ്യാം. ഇല്ല, ഞാനത് ചെയ്യില്ല. പ്രിയേട്ടന് വേണ്ടിയിട്ട് ഞാൻ പലപ്പോഴും പടത്തിൽ ഡ്യൂപ്പിൻ്റെ പണി ചെയ്തിട്ടുണ്ട്. ഓംപുരുചി ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറിയിട്ട് ആ ഓടിൻ്റെ മുകളിൽ കൂടെ ഉരുണ്ട് താഴത്തേക്ക് വീഴുന്ന ഒരു സീനുണ്ട്. ഞാൻ പറയും ഏട്ടനിപ്പോൾ എന്താ വേണ്ട, ഒരു ഡ്യൂപ്പ് അവിടെ നിന്ന് ഉരുണ്ട് വീണിട്ട് കുടത്തിലേക്ക് കാലുമായിട്ടാണ് വീഴണം, അത്രയല്ലല്ലോ. ഇതങ്ങ് വീണതും എൻ്റെ തല പോയി പിറകിൽ പോയിട്ട് സിമെൻറ്റിൽ അടിച്ചു. പ്രിയേട്ടൻ കട്ടുപോലും പറയാതെ അവിടുന്ന് ഒരു എന്ന് പറഞ്ഞിട്ട് ഒച്ചയിട്ടിട്ട് നിൻ്റെ ഈ ആത്മാർത്ഥത കുറച്ച് കൂടുന്നുണ്ട് കേട്ടായിരുന്നു. പലർക്കും തോന്നും എനിക്കത് വേദനിപ്പിച്ചൊന്നുമില്ല. അല്ല, ഞാൻ ഷൗട്ട് ചെയ്യുന്നത് ടൈമിങ്ങിൻ്റെ ഇത് ഇപ്പം അതൊക്കെ നിർത്തി. എന്തിനാ എൻ്റെ BP കൂട്ടുന്നത്? ഞാനും ശ്രീനിവാസനായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത്, ഞങ്ങൾ ഒരുമിച്ചിട്ടായിരുന്നു ആദ്യം റെയിൽ നഗർ പട്ടാളമൊക്കെ വിട്ട് വന്നതിന് ശേഷം ഞാൻ സിനിമയിൽ ഇറങ്ങില്ല. കാലത്ത് എഴുന്നേറ്റ് അപ്പോഴത്തേക്കും ഞാൻ പ്രിയേട്ടൻ്റെ കൂടെ നല്ല സിങ്കായി. അങ്ങനെയാണ് ഞാൻ പ്രിയേട്ടൻ്റെ കൂടെ ആഡുകൾ ചെയ്യാൻ വേണ്ടി അസിസ്റ്റൻ്റായിട്ട്. അങ്ങനെ പ്രിയേട്ടൻ്റെ ഒറ്റ അസിസ്റ്റൻ്റേ ഉണ്ടാവുള്ളൂ ഈ ആഡ് ചെയ്യാൻ പോകുമ്പോൾ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരു 10-100 ശതമാനം ആഡുകൾ, വലിയ വലിയ ആഡുകൾ, ആമിർ ഖാനെയും ക്രിക്കറ്റേഴ്സിനെയും എല്ലാം ഇനി വെച്ച് ചെയ്യാത്ത ആർട്ടിസ്റ്റുകളില്ല. അമിതാഭ് ബച്ചൻ അടക്കം വെച്ചിട്ട് ആഡുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസാണ് എൻ്റെ സിനിമ മേക്കിങ്ങിൽ ഉണ്ടായിട്ടുള്ളത്. ഒരു 100 ശതമാനം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് പ്രിയേട്ടൻ്റെ കൂടെ നിന്നിട്ട് നമുക്ക് വേറെ ആഡും ചെയ്തുകൊണ്ട് പോവാം. അപ്പം ദെൻ എനിക്ക് സിനിമയായിരുന്നു ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ആ സിനിമയുടെ മുകളിൽ അവിടെ പൈസ ഉണ്ടാക്കാം, ഇവിടെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ. അതേപോലെ തന്നെ ചിലപ്പോൾ ഡിജക്ഷനുമായിരുന്നു. ആഡിന് ഹിറ്റോ ഫ്ലോപ്പ് ഒന്നുമില്ല, ചെയ്താൽ കൊടുത്തിട്ട് പൈസ വാങ്ങിച്ച് പോകുക, അത്രയേ ഉള്ളൂ. പക്ഷേ സിനിമയ്ക്ക് അങ്ങനെയല്ല. അപ്പോൾ അവിടെ ഒരു റിസ്ക് ഉണ്ട്. അപ്പോൾ എപ്പോഴും റിസ്ക് എടുക്കുന്നൊരു സ്വഭാവം ഉള്ളതുകൊണ്ട് ഇത് ചെയ്യാറുണ്ട്. പക്ഷേ ഇന്നേ വരെ ഒരു പ്രൊഡ്യൂസറിൻ്റെയും 5 പൈസ നഷ്ടം വരുത്തിയിട്ടില്ല. വലിയ വലിയ ബ്രഹ്മാണ്ഡ സിനിമകൾ കാണുമ്പോൾ നിങ്ങൾക്ക് ബ്രഹ്മാണ്ഡം തോന്നും. പക്ഷേ ഞാനത് പട്ടാളത്തിൽ അവിടേക്ക് പോയിട്ട് എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഇൻഫ്ലുവൻസ് വെച്ച് നമ്മളത് ചെയ്യും. അങ്ങനെ ശ്രീനിയേട്ടനുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. കാരണം 2000-ലൊക്കെ മേഘം വെട്ടമൊക്കെ ചെയ്യുന്ന സമയത്തുള്ള മേഘത്തിൻ്റെ സമയത്തുള്ള ബന്ധം ഉണ്ട്. അങ്ങനെ ഒരു ദിവസം നോക്കുമ്പോൾ ശ്രീനിയേട്ടൻ എൻ്റെ വീടിൻ്റെ നേരെ മോഡൽ. ഞാൻ F1, അദ്ദേഹം F3 താമസം തുടങ്ങി. ശ്രീനിയേട്ടൻ ഒറ്റയ്ക്കാണ്, ചേച്ചിയില്ല. ചേച്ചിയോടെ നാട്ടിൽ പഠിപ്പിക്കായിരുന്നു. പക്ഷെ പിന്നെ അവർ ഷിഫ്റ്റ് ചെയ്തിട്ട് വിനീതും ധ്യാനം കുറച്ചുകൂടെ ചെറുപ്പമാണ്. വിനീത് കോളേജിലൊക്കെ പഠിക്കാൻ തുടങ്ങി. അപ്പോൾ വിനീത് താഴ്ത്ത് വന്നിരിക്കും ഈവനിങ് ആയിക്കഴിഞ്ഞാൽ. അങ്ങനെ ടിവിയുടെ മുമ്പിൽ ഇരുന്നിട്ട് അവൻ പാട്ട് പാടും. പഴയ പാട്ടുകളൊക്കെ പാടിക്കൊണ്ടിങ്ങനെ ഇരിക്കും. അന്ന് പാട്ടുകാരനായിട്ടില്ല, ഒന്നുമില്ല, എന്താവും എന്നുള്ള ആർക്കും അറിയില്ല. അങ്ങനെ ഇവൻ പാടാൻ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ നടക്കാൻ പോകുമ്പോൾ പ്രിയേട്ടൻ്റെ അടുത്ത് ഞാൻ പറയും, പ്രിയേട്ടാ ശ്രീനേട്ടൻ്റെ മോനുണ്ട് വിനീത്, അവൻ നന്നായി പാടും കേട്ടോ, അവൻ്റെ ഒരു പ്രത്യേക രീതിയാണ് അവൻ്റെ സൗണ്ടും പാട്ടുമൊക്കെ എന്നത്. പ്രിയേട്ട അതിങ്ങനെ കേൾക്കും. പിന്നെ പ്രിയേട്ടന് വലിയ വികാരമൊന്നും കാണിക്കില്ല. അതന്നെ. പക്ഷേ അതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ എടുക്കേണ്ടത് എടുക്കും, എടുക്കേണ്ടത് എടുക്കില്ല, അത്രയേ ഉള്ളൂ. അങ്ങനെയാണ് കിളിച്ചുണ്ട മാമ്പഴത്തിൽ വിനീതിന് ആദ്യമായിട്ട് പാടാൻ ചാൻസ് കൊടുക്കുന്നത്. അങ്ങനെ അത് വലിയ ഹിറ്റായി. വിനീതിൽ നിന്ന് വലിയൊരു ഡയറക്ടറും എഴുത്തുകാരനും പാട്ടുകാരനും എല്ലാം ആയിട്ട് വിനീത് ഇഷ്ടം. ഇവിടെ ശ്രീനേട്ടനായിട്ട് നല്ല ബന്ധം എന്ന് പറഞ്ഞാൽ ശ്രീനേട്ടന് ഡയബറ്റീസ് ഉണ്ടായിരുന്നു, ചേച്ചിയൊന്നുമില്ല. എൻ്റെ വൈഫായിരുന്നു പലപ്പോഴും ശ്രീനേട്ടൻ. ഞാൻ പറയും ശ്രീനേട്ടൻ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ്, ശ്രീനേട്ടൻ പച്ചക്കറി വേണം, വിറ്റാമിൻ എന്ന് പറഞ്ഞാൽ ഡയബറ്റീസ് ഉള്ളതുകൊണ്ട് പച്ചക്കറി നല്ലപോലെ കഴിക്കും. B കോംപ്ലക്സിൻ്റെ ഇതെല്ലാം നോക്കിയിട്ട് ഇതെല്ലാം നമ്മൾ ചാപ്പാടൊക്കെ വെച്ച് കൊടുത്ത് ഞങ്ങൾ നല്ല ബന്ധമായിരുന്നു, ഫാമിലി ബന്ധം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ശ്രീനേട്ടൻ്റെ കൂടെ ഹെൽപ്പിന് നിന്നിരുന്നായിരുന്നു ഒരു സജിൻ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു പടം ചെയ്യാൻ വേണ്ടി, ഡയറക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പടം ചെയ്തു. ആ പടത്തിൻ്റെ കഥ എന്ന് പറയുന്നത് സരോജ് കുമാർ എന്നുള്ള പടം ആയിരുന്നു, പത്മശ്രീ സരോജ് കുമാർ എന്ന്. അതിനകത്ത് മോഹൻലാൽ എന്നുള്ള ക്യാരക്ടറിനെ വളരെയധികം ഭീകരമായിട്ട് റോങ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. എന്നാൽ ഡയറക്ടർ പറയേണ്ടതാണ്, ശ്രീനേട്ടൻ നമുക്ക് ഇതിൽ പോകണ്ട. കാരണം ഞാനും ലാലേട്ടൻ അത്രയും അധികം സപ്പോർട്ട് ചെയ്തിട്ടുള്ള വ്യക്തിയായിരുന്നു ആ ഡയറക്ടർ. കാലാപാനിയൊക്കെ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു സിനിമ ചെയ്യണം, എനിക്കത്രയേ ഉള്ളൂ. മറ്റുള്ളവൻ്റെ നെഞ്ചത്ത് കയറിയിട്ടാണെങ്കിലും ശരി, എനിക്ക് ജീവിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം,
മറ്റുള്ളവർക്ക് വേദന കൊടുത്താലും ശരി എനിക്ക് സന്തോഷം കിട്ടുമെങ്കിൽ ഞാനത് ചെയ്യുക എന്നുള്ള ആറ്റിറ്റ്യൂഡാണ് ഞാനവിടെ കണ്ടത്. ഞാൻ ഈ പടം കണ്ടു. പടം കണ്ട എൻ്റെ അന്ന് തന്നെ, അന്നോ അതിൻ്റെ പിറ്റേ ദിവസം ചാനലർ വന്നിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ചു. ഞാനന്ന് പട്ടാമ്പിയിലാണ്. ഞാൻ വളരെ രൂക്ഷമായിട്ട് സംസാരിച്ചു. എന്ത് പറയുന്നു എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു, ശ്രീനേട്ടൻ ഇങ്ങനെയുള്ള ഭ്രാന്തമായിട്ടൊരു സംഭവം ചെയ്യാൻ പാടില്ലായിരുന്നു ഒരിക്കലും. ഇതിനകത്ത് എന്തൊക്കെയോ അദ്ദേഹത്തിന് സംഭവിച്ചിരിക്കുന്നു. സോ ഐ റിയലി കണ്ടം ഹിം. ചോദിച്ചു കഴിഞ്ഞാൽ ഭ്രാന്താണെന്നുള്ളത് പറയുന്നത്. അതിൻ്റെ കോമഡി അപ്പുറത്ത് നടന്നത് എന്താണ്? ശ്രീനേട്ടൻ്റെ അടുത്ത് ഇതുപോലെ മീഡിയക്കാർക്ക് ഉണ്ടല്ലോ ഒരു പണി, എന്തെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ചൊറഞ്ഞ് പിടിച്ചിട്ട് അപ്പുറത്ത് എന്ത് കിട്ടും എന്നിട്ട് അങ്ങനെ വലിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയാണ് അവരപ്പുറത്ത് പോയിട്ട് മേജർ രവി നിങ്ങളെക്കുറിച്ചിങ്ങനെ പറഞ്ഞു ശ്രീനേട്ടാ. അപ്പോൾ ശ്രീനേട്ട അങ്ങനെ ചിരിച്ചിട്ട് രവി അങ്ങനെ പറഞ്ഞത്, ആ അത് കറക്റ്റ്, അതുകൊണ്ടല്ല അങ്ങനെ മേജർ ഞാൻ മൈൻഡ് റൂം എന്ന് പറഞ്ഞു. മൂപ്പരത് ഹ്യൂമറായിട്ടും എടുത്ത്. ബട്ട് ദെൻ ഇങ്ങനെ ലാലിനെ കുറിച്ച് പറഞ്ഞെന്നും പറഞ്ഞിട്ട് ഒരാളും അതിനെ റിയാക്ട് ചെയ്ത് കണ്ടിട്ടില്ല. അപ്പം ഇവിടെ എന്താണെന്ന് വെച്ചാൽ ലാലിനെ കുറിച്ച് ആരെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിപ്പം മോഹൻലാലാണെങ്കിലും ശരി മമ്മൂക്കയാണെങ്കിലും, ഞാൻ ഇവർക്കൊക്കെ വേണ്ടിയിട്ട് അവരറിയാതെ തന്നെ എൻ്റെ ഫീലിംഗ് ഞാൻ പറയും നോ എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ റിയാക്ട് ചെയ്യും. അതെന്തിനാണ്? നമുക്ക് അവരിൽ നിന്നൊന്നും നേടാനില്ല. നമ്മളൊരു റിലേഷൻ ഉണ്ടാക്കുന്ന സമയത്ത് യു ഷുഡ് ബി എൻ അൺനോൺ ഫേസ് ആസ് എ പ്രൊട്ടക്ടർ. ഇത് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്കൊരാളെ ഇഷ്ടമുണ്ടെങ്കിൽ ആ ആൾക്ക് അദ്ദേഹം അറിയാതെ തന്നെ എന്തെങ്കിലും രീതിയിലുള്ള വേദന വന്നിട്ടുണ്ടെങ്കിൽ ആ വേദനയിൽ നമ്മളൊരു പാർട്ടാവാനും അതിനെ സാന്ത്വനപ്പെടുത്താനായിരിക്കണം നമ്മുടെ ആ പാട്ട് എന്ന് പറയുന്നത്. അതിൻ്റെ പേരിലെന്തായി ശ്രീനേട്ടൻ പിന്നെ എന്നെ കണ്ടാൽ പറ്റില്ല. ബട്ട് ദെൻ ലേറ്റർ പാർട്ട് ഞാൻ ശ്രീനേട്ടൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്. ഞങ്ങൾ തമ്മിൽ അതുപോലെ തന്നെ വിനീതിനും വളരെയധികം പ്രശ്നമുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം എയർപോർട്ടിൽ വെച്ചിട്ട് ഫ്ലൈറ്റിൽ പോകുമ്പോൾ ഞാൻ പറഞ്ഞ അച്ഛൻ്റെ അടുത്ത് പറയാം, ഈ ലാലുമായിട്ടുള്ള ഈ ഇത് അങ്കിളെ ഞാനും എനിക്കും അത് ആവശ്യമുണ്ട്. കാരണം അവർ തമ്മിൽ ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് വിഷമം. ശരിയാണ്, ആർക്കും പറ്റില്ല. കാരണം ഇവരുടെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു, മോഹൻലാൽ ശ്രീനിവാസൻ. പക്ഷെ ഇന്ന് അതേ മോഹൻലാൽ ശ്രീനേട്ടൻ്റെ അടുത്ത് പോയി സംസാരിച്ച് അവർ തമ്മിലുള്ള ആ ഒരു ബന്ധം തിരിച്ചു പിടിച്ചതിൽ അവർ രണ്ടുപേരുടെയും ആ സന്മനസ്സിനെ, കാരണം നമ്മൾ തെറ്റ് പലപ്പോഴും ചെയ്യുമായിരിക്കും, പക്ഷെ ആ തെറ്റിനെ നമ്മളത് കൊണ്ടുപോയിട്ട് മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ ചെയ്തത് തന്നെയാണ് ശരിയെന്ന് പറയുന്നതിനേക്കാൾ നല്ലത് നമ്മൾ തന്നെത്താൻ കിടന്നുറങ്ങുന്ന സമയത്ത് ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തെറ്റല്ലേ ചെയ്തത്, ലെറ്റ് മീ ഗോ ആൻഡ് ആസ്ക് ഹിം, ഐ എം സോറി ഡിയർ, ഫൊർഗെറ്റ് അബൌട്ട് ഇറ്റ്. എല്ലാ ഐസും ബ്രേക്കാവും. അങ്ങനെ സിനിമയിൽ നിന്ന് ഇങ്ങനെയുള്ള ബന്ധങ്ങളിൽ കൂടെ പല കാര്യങ്ങളും ഞാനതിൽ പഠിച്ചു. ഞാനെന്നും ഇതുപോലെ ഈ പോസിറ്റിവിറ്റിക്ക് വേണ്ടി നടക്കുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് നെഗറ്റിവിറ്റി കണ്ടു കഴിഞ്ഞാൽ ഞാനതിനെ പ്രതികരിച്ചിട്ടുണ്ട്. അതിപ്പോഴും പല കാര്യങ്ങളും ഞാൻ പ്രതികരിക്കാറുണ്ട്. പക്ഷെ പല സമയത്തും ലാൽ പോലും അറിയാതെ ലാലിന് വേണ്ടി ഞാൻ പ്രതികരിക്കാറുണ്ട്. ബട്ട് ദെൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അറിയാതെ എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടാവും, കാരണം എവറിത്തിങ് ഈസ് ഓക്കെ, ദാറ്റ് മീൻസ് അതേ അറിഞ്ഞിരിക്കുന്നത് എന്നുള്ളത്. സോ ബന്ധം പോയിട്ട് തിരിച്ചു വന്നു ശ്രീനേട്ടനായിട്ടുള്ള. അങ്ങനെ ഞാനും ശ്രീനേട്ടനും ഒരു പ്രശ്നമില്ല. പക്ഷെ ഇത് ഞാൻ പറഞ്ഞപ്പോൾ ശ്രീനേട്ടനത് ഇഷ്ടപ്പെട്ടില്ലായിരിക്കും, ശരിയാണ്. പക്ഷെ പിന്നീട് ശ്രീനേട്ടനും റിയലൈസ് ചെയ്ത് കാണും. അതിനുശേഷമാണ് ഇപ്പോൾ അവർ തമ്മിൽ യാതൊരു പ്രശ്നമില്ല, ഹാപ്പിയായിട്ട് പോകുന്നു. അങ്ങനെ ഞാനും ശ്രീനേട്ടനായിട്ടും ചേച്ചി എൻ്റെ വൈഫായിട്ട് ഡെയിലി ഇൻട്രാക്ഷനുള്ള ആൾക്കാരാണ്. അപ്പം പലപ്പോഴും ഒരു റിലേഷൻ്റെ മുകളിലോ അല്ലെങ്കിൽ നമ്മുടെ ഒരു വാക്ക് പിഴവുകൊണ്ടോ ഒരു കർമ്മ പിഴവുകൊണ്ടോ വരുന്നത് ചിലപ്പോൾ പലരും റിയാക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ചിന്തിക്കും, എൻ്റെ അവൻ റിയാക്ട് ചെയ്യാൻ കാരണം രവി എന്നായിട്ട് നല്ല കുഴപ്പമില്ലാത്തതാണ്. പക്ഷേ അപ്പം നമ്മൾ അനലൈസ് ചെയ്ത് ഞാൻ ആ ചെയ്ത് തെറ്റാണെന്നുള്ളത് ആ ഒരു റിയലൈസേഷന് വേണ്ടിയിട്ട് ഇതുപോലുള്ള പല പൊട്ടിത്തെറികളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ ഇന്നിപ്പോൾ എനിക്ക് റിഗ്രറ്റ് ചെയ്യാനായിട്ട് ഞാൻ ആരെയും അങ്ങനെ വേദനിപ്പിച്ചു എന്നുള്ള പറയാൻ പറ്റില്ല. യെസ്, ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും പലർക്കും തോന്നുമായിരിക്കും അത് വേദനിപ്പിച്ചു എന്നുള്ളത്. അല്ല, ഞാൻ ഷൗട്ട് ചെയ്യുന്നത് ടൈമിങ്ങിൻ്റെ ഇത് ഇന്നിപ്പോൾ അതൊക്കെ നിർത്തി. ആ പിക്കറ്റ് 43 ഒക്കെ കഴിഞ്ഞ് പിക്കറ്റ് 43 ഒരു ഷൗട്ടുമില്ല, ഒന്നുമില്ലാതെ പടം തീർന്നറിഞ്ഞില്ല. 20 ദിവസം കൊണ്ട് കാശ്മീരും തീർത്ത് 2 ദിവസം കൊണ്ട് ഒറ്റപ്പാലം 22 ദിവസത്തെ ആ പടം തീർത്തു. അപ്പം ഞാൻ റിയലൈസ് ചെയ്യും എന്തിനാ എൻ്റെ BP കൂട്ടുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് കുറേ കാര്യങ്ങൾ നമ്മൾ സിനിമയിൽ നിന്ന് പഠിക്കുന്നത്. സോ ശ്രീനേട്ടന് എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ ശ്രീനേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ എൻ്റെ ഒരു പ്രശ്നം ഞാൻ ശ്രീനേട്ടൻ നമുക്കത് ചേഞ്ച് ചെയ്യാം. ഇല്ല, ഞാനത് ചെയ്യില്ല എന്ന് പറഞ്ഞു. ഓക്കെ, ബട്ട് ദെൻ ഹീസ് ഹാപ്പി ആൻഡ് ഐ എം ഓൾസോ ഹാപ്പി. വി ആർ ഇൻ എ ഗുഡ് റിലേഷൻ നൗ. കാക്കക്കുയിലിൻ്റെ സമയത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അസിസ്റ്റൻ്റാണോ? അല്ല. പിന്നെ അഭിനയിക്കുന്നുണ്ടോ? ഇല്ല.
പിന്നെ എന്തിനു താൻ ഈ ലൊക്കേഷനിൽ, അത് പ്രിയേട്ടൻ്റെ കൂടെ അങ്ങനെ ഒട്ടിപ്പിടിച്ചിങ്ങനെ നടക്കുക. കാരണം പ്രിയേട്ടനും എൻ്റെ കമ്പനി ഇഷ്ടമാണ്. ഒന്നാമത്തത് ഈവനിങ് ആയിക്കഴിഞ്ഞാൽ ഞാൻ ഈ കള്ളുപിടിക്കാത്തൊരു വ്യക്തിയാണ്. പ്രിയേട്ടനാണെങ്കിൽ ഈവനിങ് പണിയെല്ലാം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ മൂപ്പര് കുളിച്ച് ഫ്രഷായിട്ട് വന്ന് 2 പെക്ക് അടിക്കുക. അതൊക്കെ ഒരു സോഷ്യൽ ഡ്രിങ്കിങ് ഒക്കെ പറയുന്നതാണ്. അല്ല ഇവിടുത്തെ പോലെ വാരി വലിച്ച് കൂതറ സ്വഭാവം അതൊന്നുമല്ല. അത് ഞാൻ പലപ്പോഴും അദ്ദേഹത്തിന് ഡ്രിങ്കൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഞാൻ കുടിക്കാത്ത ആൾക്ക് എനിക്ക് മൂപ്പരുടെ കോമ്പിനേഷൻ അറിയാം. അപ്പം അങ്ങനെയുള്ള ആ ബന്ധത്തിൽ എന്താണ്, ഞങ്ങൾ ഒരുമിച്ചിട്ട് ഒരു റൂമിലേക്ക് താമസിക്കുന്നു, സംസാരിച്ച് കുറേ. അപ്പം മൂപ്പർ എന്നോട് പട്ടാളത്തിൻ്റെ കാര്യങ്ങൾ ചോദിക്കും, ഞാൻ അദ്ദേഹത്തിൻ്റെ ഈ കോമഡിയും കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അതൊരു നല്ലൊരു രസകരമായിട്ടൊരു സംഭവമായിരിക്കും. അതുപോലെ തന്നെ പല സമയങ്ങളിലും ലാലും പ്രിയേട്ടനൊക്കെ ഉള്ള പടങ്ങളാണെങ്കിൽ പലപ്പോഴും ലാലിൻ്റെ റൂമിൽ പോയി കിടന്നുറങ്ങും, ഇപ്പുറത്ത് പ്രിയേട്ടൻ്റെ റൂമിലായിരിക്കും. ഇറ്റ് വാസ് എ നൈസ് ഫീലിംഗ് ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് ഫോർ മണി ഓർ എനിത്തിങ്. നല്ല കുറച്ച് സമയങ്ങൾ, നല്ല സുഹൃത്തുക്കളായിരുന്നു. എന്നാൽ ഇവരൊരിക്കലും ഒരു അലമ്പും ഉണ്ടാക്കില്ല. ഒച്ചയുമ്പോഴോ കൃത്യസമയത്ത് 10-10:30 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാവരും കിടന്നുറങ്ങി കാണും. അങ്ങനെയുള്ളൊരു ക്രൗഡായിരുന്നു അത്. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് കാക്കക്കുയിലിൽ എന്തോ ഒരു സംഭവം എന്ന് പറഞ്ഞ്, എടാ നീ ഒരു വണ്ടി എടുത്ത് നീ ഇങ്ങനെ ചെയ്യുക. അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. കാരണം ലാലിൻ്റെ അടുത്ത് പടത്തിൽ ഷൗട്ട് ചെയ്യുക, അപ്പോൾ അതെങ്ങനെയത് മൂപ്പര് കട്ട് ചെയ്ത് കളയില്ല എന്നുള്ള ഉറപ്പുണ്ട്. അങ്ങനെ ആ ഒരു ഇത് അതിൽ ഞാനെല്ലാം ഡബ് ചെയ്തിരിക്കുന്നത്. മുരളി നാഗവള്ളി പാവം മരിച്ചുപോയി, എൻ്റെ സുഹൃത്തായിരുന്നു. മുരളിയായിരുന്നു അന്ന് ഇതിൻ്റെ അസോസിയേറ്റ് ആയിട്ടിരുന്നത്. മുരളിയാണ് അതിനെ ഡബ് ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ പടം കാണുന്നത് എൻ്റെ ശബ്ദമല്ലല്ലോ ഇത്. പിന്നെ ഇപ്പം നമ്മളാരും അല്ലല്ലോ, ഓക്കെ എന്തോ ആയിക്കോട്ടെ, ഫേസ് ഉണ്ടല്ലോ. അതാണ് ഇപ്പം ചിലപ്പോൾ ആരോ ചോദിച്ചു പറഞ്ഞ്, ഇതുപോലെ പല സിനിമകളിലും മുഖം കാണിച്ചിട്ടുണ്ടോ എന്നൊക്കെ. കാലാപ്പാനിയിൽ പോലും മുഖം കാണിച്ചു. ബട്ട് ഞാൻ പിന്നെ പ്രിയേട്ടൻ്റെ അടുത്ത് അത് കട്ട് ചെയ്ത് കളയാൻ പറഞ്ഞു. കാലാപ്പാനിയിൽ വിനീത് പോർട്ട് ബ്ലെയർ ആൻഡമാനിൽ ജയിലിൽ ആ റെക്കോർഡ് നോക്കാൻ വേണ്ടി വരുന്നതാണ്. മോഹൻലാലിൻ്റെ ക്യാരക്ടറിൻ്റെ റെക്കോർഡ് എന്താണ്, വാട്ട് ഹാപ്പൻ ടു ഹിം എന്നുള്ളത് ലൈബ്രറിയിൽ വന്നിട്ട് അത് വരുന്ന സമയത്ത് ആ ലൈബ്രറിയൻ ആയിട്ടാണ്, അതിൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടായിരുന്നു എൻ്റെ അടുത്ത് അഭിനയിക്കാൻ പറഞ്ഞത്. ഞാൻ ഭയങ്കര ത്രില്ലടിച്ച് അഭിനയിക്കുകയൊക്കെ ചെയ്തു. ഒരു ഡയലോഗ് എല്ലാം ഉണ്ട്. പക്ഷെ പിന്നീട് പോയപ്പം മനസ്സിലായി പട്ടാളത്തിലാണ്, ഇനി അത് വല്ല പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞിട്ട് പ്രിയേട്ടൻ്റെ അടുത്ത് പറഞ്ഞ് അത് കട്ട് ചെയ്ത് കളയണമെന്നത്. അങ്ങനെ അത് കട്ട് ചെയ്ത് കളയും. അതിനുശേഷം പിന്നീട് ഈ അഭിനയത്തിൻ്റെ ഭ്രാന്ത് ഉള്ളതുകൊണ്ട് പ്രിയേട്ടൻ്റെ കൂടെയാണ് ആഡ് ചെയ്യുന്നതിൻ്റെ പല സ്ഥലങ്ങളും. അതുപോലെ പ്രിയേട്ടന് വേണ്ടിയിട്ട് ഞാൻ പലപ്പോഴും പടത്തിൽ ഡ്യൂപ്പിൻ്റെ പണി ചെയ്തിട്ടുണ്ട്. അത് ഏത് പടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാലാമാൽ വീക്ക്ലി എന്ന് പറഞ്ഞിട്ടൊരു പടം ഉണ്ടായിരുന്നു. അത് ഞാൻ കീർത്തിചക്ര ചെയ്യുന്നതിന് മുന്നേ കീർത്തിചക്രയൊക്കെ സൈനായി എല്ലാം ഫിക്സ് ആയപ്പോൾ പ്രിയേട്ടൻ പറഞ്ഞു, എടാ നീ അതിൻ്റെ അസോസിയേറ്റ് വാങ്ങും, നിനക്കൊരു എക്സ്പീരിയൻസ് ആവട്ടെ, നീ ഇപ്പോൾ പടം ചെയ്യാൻ പോകില്ലെന്ന്. അപ്പോൾ അങ്ങനെ 2004 ആ പടം 2005 പടം ചെയ്യാൻ പോയപ്പം അതിനകത്ത് ഓംപുരി, ദാറ്റ് പുവർ സോൾ ഹീസ് നോ മോർ, ഓംപുരിജി ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറിയിട്ട് ആ ഓടിൻ്റെ മുകളിൽ കൂടെ ഉരുണ്ട് താഴത്തേക്ക് വീഴുന്ന ഒരു സീനുണ്ട്. അപ്പോൾ ഓംപുരിജിക്ക് പറ്റില്ല അത്. അപ്പോൾ താഴത്ത് കുറേ കുടങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം അന്ന് ആക്ഷൻകാർ ആരുമില്ല അവിടെ. അപ്പോൾ പ്രിയേട്ടൻ പറഞ്ഞു, ഇതിപ്പോൾ മാറ്റി വെച്ച് നാളെ ത്യാഗരാജ മാഷെ വിളിച്ചിട്ട് നാളെ ചെയ്യിപ്പിക്കാമെന്ന്. ഞാൻ പറയും, ഏട്ടനിപ്പോൾ എന്താ വേണ്ട, ഒരു ഉപ്പ് അവിടെ നിന്ന് ഉരുണ്ട് വീണിട്ട് കുടത്തിലേക്ക് കാലുമായിട്ടാണ് വീഴണം, അത്രയല്ലേ ഉള്ളതെന്ന് വെച്ചു. ആ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. നീയാ? ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തോണ്ട്. അപ്പോൾ എന്താണ്, നമ്മൾ മുഖം അറിയില്ല. കാരണം ഓംപുരിജി ഓൾറെഡി ഇതിൽ വെണ്ണീരിൽ മുങ്ങിയിട്ട് മുഖം അറിയാത്ത രീതിയിലാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. അവിടെ നിന്ന് ഓടിയിട്ടാണ് ഈ വീട് ചാടി ഇങ്ങോട്ട് വരുന്ന സീക്വൻസ്. ആ ഓടുന്ന ഉരുണ്ട് വീണ് താഴത്തേക്ക് വീഴുമ്പോൾ കുടത്തിൽ പോയി കാല് വീഴണം. അത് കഴിഞ്ഞ് പിന്നെ ഓംജി സീനിലോട്ട് വരുന്ന സമയത്ത് ഒരു കാലിൽ കുടവും ഒരു കാലിൽ നോർമലായിട്ട്. അപ്പോൾ ഈ ടങ് ടങ് പ്രിയേട്ടൻ്റെ കോമഡി ഐഡിയാസ് ആയിരുന്നത്. അങ്ങനെ കുടം വെച്ചിട്ടുണ്ട്. ഞാൻ വന്ന് ഇങ്ങനെ നോക്കി ഇവിടുന്ന് ഉരുണ്ട ഇങ്ങനെ വരും. അപ്പം എനിക്കറിയാം ഈ ഓടിൻ്റെ മുകളിൽ കൂടെ ഉരുളുന്ന സമയത്ത് ഒരിക്കലും നേരെ ഉരുളാൻ പറ്റില്ല. നമ്മൾ ഉരുളാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ പോകും, ആ സ്ട്രെയിറ്റ്. അപ്പോൾ കുടമെല്ലാം ഇവിടെ വെച്ചിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഏട്ടാ ആ കുടം ഒന്ന് അതെന്തിനാണെന്ന് വെച്ചാൽ ഏട്ടാ ഒരു 2 കുടം ഇങ്ങോട്ട് വയ്ക്കുകയെന്ന് പറഞ്ഞു. എനിക്കറിയാം ഇത് ഇങ്ങനെ പോകുന്നു. അങ്ങനെ 2-3 കുടങ്ങൾ ഇങ്ങനെ മാറ്റി വെച്ചു. ഇപ്പോൾ പടത്തിലൊക്കെ അഭിനയിക്കുന്ന ശ്രീകാന്ത് മുരളി ഉണ്ട്. അപ്പോൾ ശ്രീകാന്തിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ശ്രീകാന്ത് ആ വലിയ വായകൾ ഇപ്പുറത്തേക്ക് വയ്ക്കട്ടോ.
അങ്ങനെ വെച്ച് ഞാൻ ഉരുണ്ടു വന്നു, വീണു, കാല് കറക്റ്റ് കുടത്തിനകത്തോട്ട് പോയി, ഷോട്ട്, ഉഗ്രൻ ഷോട്ട്. ആ കുടത്തിനകത്തോട്ട് പോയ സമയത്ത് ഇതങ്ങ് വീണതും എൻ്റെ തല പോയി പിറകിൽ പോയിട്ട് സിമെൻറ്റിൽ അടിച്ചു. ഇതിൻ്റെ ശബ്ദം പ്രിയേട്ടൻ കേട്ടു. പ്രിയേട്ടൻ കട്ടുപോലും പറയാതെ അവിടുന്ന് ഒരു എന്ന് പറഞ്ഞിട്ട് ഒച്ചയിട്ടിട്ട് ഓടി വന്ന് നോക്കുമ്പോൾ ഈ ശബ്ദം കേട്ടു. അപ്പോൾ തലയ്ക്ക് എന്ത് പറ്റിയെന്നുള്ളതാണ്. അന്നൊക്കെ ഒരു റീല് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഫിലിമാണെന്ന്, ഒരു ഫീറ്റ് പോയി കഴിഞ്ഞാൽ 400 രൂപ പോയി. അതൊന്നും അദ്ദേഹം മൈൻഡ് ചെയ്തില്ല. അവിടെ നമ്മൾ കണ്ടു ഒരു റിലേഷൻഷിപ്പ്. ഹി വാസ് മോർ വറീഡ്. ഞാൻ പ്രിയേട്ടന് വേണ്ടിയിട്ട് എന്തായിരുന്നു, പ്രിയേട്ടൻ ആ ഷോട്ട് അന്ന് വേണമായിരുന്നു. അപ്പോൾ അതിന് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഡ്യൂപ്പുകൾ പലതും പ്രിയേട്ടന് വേണ്ടിയിട്ട് പ്രിയേട്ടൻ വിചാരിക്കാത്ത രീതിയിൽ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്, ആക്ഷൻകാർ വന്നില്ലെങ്കിലും. അങ്ങനെ അന്ന് ആ ഷോട്ട് എടുത്ത് ഓംജി എല്ലാം നോക്കി ഇങ്ങനെ അന്ത മേജർ ക്യാ പാകലേക്കാ, അത് നാളെ ആക്ഷൻകാരൻ വന്നിട്ട് ചെയ്താൽ പോരായിരുന്നു. അപ്പം ഇവിടെ നോക്കുമ്പോൾ എന്താണ്, പ്രിയേട്ടൻ വന്ന് തല വന്ന് നോക്കുമ്പോൾ ഒരു ക്രിക്കറ്റ് ബോളിൻ്റെ സൈസിൽ കൂടെ മുഴച്ച് നിൽക്കുന്നത്, ഞാൻ കൂളായിട്ട് നിൽക്കുന്നുണ്ട്. ബട്ട് ദെൻ അന്ന് നൈറ്റിൽ പ്രിയേട്ടൻ പറഞ്ഞൊരു വാക്കുണ്ട്, നിൻ്റെ ഈ ആത്മാർത്ഥത കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. ഞാൻ പറയില്ല ഏട്ടാ, ഏട്ടൻ ഇപ്പം നാളെ അയാളെ വിളിച്ച് നമ്മുടെ ഈ അപ്പം എന്താ, ഞാനിതിൻ്റെ അസോസിയേറ്റാണ്, ഇത് ചാർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കറക്റ്റായിട്ട് കൊണ്ടുപോകും വേണം. സോ ഇവിടെയാണ് ഒരു വ്യക്തി നമ്മുടെ കമ്മിറ്റ്മെൻറ്റ് ടുവേഴ്സ് എ ജോബ് എന്ന് പറയുന്നത്, നമ്മളറിയാതെ ചെയ്യുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ അതൊരു റിസ്ക് എടുക്കലായിരിക്കും. ജീവിതത്തിൽ എപ്പോഴും നമ്മൾ റിസ്ക് എടുത്താലാണ് യു വിൽ റീച്ച് സംവർ എന്നുള്ളത് സമയം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നിപ്പോൾ നിങ്ങളുടെ മുന്നിലിരുന്നിട്ടൊരു ഇൻ്റർവ്യൂ തരുന്നുണ്ടെങ്കിൽ അതിന് യോഗ്യനായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള പല ഹാർഡ് വർക്കും സിൻസിയറിറ്റിയും ആയിരിക്കും, മൈറ്റ് ബി ദ റീസൺ ഫോർ ദാറ്റ്. അതിനകത്ത് കുറേ ബന്ധങ്ങൾ ഡെവലപ്പായിട്ട് പോയിട്ടുണ്ട്. പ്രിയേട്ടനെ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ കുറേ എപ്പിസോഡുകൾ ഇങ്ങനെ പോകും, അത് അടുത്ത എപ്പിസോഡിൽ പറയാം.